പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും തന്നെ. ഗ്ലോറിയസ് ഗോസ്പൽ ഫെബ്രുവരി 15 മുതൽ 19 വരെ നടത്തുന്ന ശുബുക്കോനോ 2021 കൺവെൻഷനിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ നോമ്പ് കൊണ്ടാടുന്ന ഈ സമയത്ത് എന്തിനാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ സ്ഥാപകനും എൻ്റെ അമരത്തിരിക്കുന്നവനായ ബഹുമാനപ്പെട്ട ശുഭപീഡിയക്കൽ പാസ്റ്റർ തൻ്റെ നോമ്പ് ആരംഭിച്ച ദിവസത്തിൽ പറഞ്ഞതായ 3 കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, നോമ്പിലൂടെ നാം സ്നേഹത്തിൽ വളരണം. 2, നോമ്പിലൂടെ നാം ജ്ഞാനത്തിൽ വളരണം. 3, നോമ്പിലൂടെ നാം വിശ്വാസത്തിൽ വളരണം. ഈ ഒരു തത്വം ഉള്ളിൽ വെച്ചുകൊണ്ട് നടത്തുന്നതായ ഈ കൺവെൻഷനിലെ 3 ദിവസത്തെ ധ്യാനങ്ങൾ വളരെ പ്രയോജനകരവും ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് ഉയരുവാനുള്ള എല്ലാ പടവുകളും നമുക്ക് അതിൽ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഗ്ലോറിയസ് ഗോസ്പൽ നടത്തുന്ന ഗ്ലോറിയസ് ഗോസ്പലിലൂടെ മനുഷ്യന് ലഭിക്കുന്നതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവമാണ്. എങ്കിൽ കൂടിയും എൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എല്ലാവരുടെയും മാറിപ്പോയിരിക്കുകയാണ്. ദൈവം സ്നേഹവാനായ ഒരു പിതാവാണ്. ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു കാണിച്ചു തന്ന ആ മുടിയനായ പുത്രനെ ആയിരിക്കുന്ന അവസ്ഥയിൽ കെട്ടിപ്പിടിച്ച് മാറോടി ചേർത്ത് അവനെ മരിച്ചവനായിരുന്നു ജീവനുള്ളവനാക്കി തീർക്കുന്ന ഒരു ദൈവം, നരകത്തിന് വിറകൊള്ളിയാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ അല്ല ഗ്ലോറിയസ് ഗോസ്പൽ കാണിച്ചു തന്നത്. അങ്ങനെ ആയിരുന്നവരുടെ എല്ലാ സംശയങ്ങളും മാറ്റിത്തന്നു. രണ്ടാമത്, സഭയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു സ്ഥാപിച്ച സഭ, അതിലൊരു അംഗമായി നിൽക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കുന്നു എന്നുള്ള ആ ബോധ്യം, അത് വലിയൊരു തിരിച്ചറിവായിട്ട് കണ്ടുകൊണ്ട് സഭ സജീവമാണെന്നും പരിശുദ്ധ മാതാവ് ദൈവമാതാവായിട്ട് ഇവിടെ ഉണ്ടെന്നും പരിശുദ്ധ സ്ലീഹന്മാര് പിതാക്കന്മാരെല്ലാവരും നമ്മോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അവരുടെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അനുഭവമായിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ഗ്ലോറിയസ് ഗോസ്പൽ ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത്. മൂന്നാമത് കണ്ടത്, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുവാനുള്ള ഒരു വലിയ കർത്തവ്യം, ദൗത്യം ഈ ഗ്ലോറിയസ് ഗോസ്പൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 യാമങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് ഇത് ഗ്ലോറിയസ് ഗോസ്പൽ മുമ്പോട്ട് പോകുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടി. സ്വയത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 7 യാമ പ്രാർത്ഥനകൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധനയെക്കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ മാറിപ്പോയി. പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെയാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതെന്നുള്ള വലിയ കാഴ്ചപ്പാട് ഈ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി. കൂടാതെ നരകത്തെക്കുറിച്ചും പിശാചിനെ കുറിച്ചുമുള്ള വികലമായ സങ്കല്പനങ്ങൾ അതെല്ലാം മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാറിയപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിന് കിട്ടുന്നതായ ആശ്വാസം, അവന്റെ ഹൃദയത്തിലെ സന്തോഷമെല്ലാം ഈ ഗ്ലോറിയസ് ഗോസ്പലില് മുഖാന്തരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു സത്യം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശുഭാസ്റ്ററിന് നന്ദി പറയുന്ന ഒരു കൂടി ഇന്ന് ശുഭകോന കൺവെൻഷൻ 2021 നമ്മളോട് നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന മേൽത്തരമായ ഗോതമ്പോട് ഞാൻ എന്നെ പോഷിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൈവം ഏറ്റവും മേൽത്തരമായതുകൊണ്ട് തന്നെ ഇതുവരെ 3 ദിവസം നമ്മളെ പോഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ആയതിലേക്ക് തന്റെ അഭിഷക്തനെ ദൈവം തിരഞ്ഞെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന വലിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ബോധത്തോടു തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദ ഭദ്രാസനാധിപനായിരിക്കുന്ന ഹിസ് ഗ്രേസ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ യൂലിയോസ് തിരുമേനിയാണ് നമുക്ക് ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുവാനായിട്ട്, നമ്മളോട് ധ്യാനത്തിന്റെ കാര്യങ്ങൾ ധ്യാനങ്ങളൊക്കെയും പറയുവാനായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. തിരുമേനിയെ ഈ അവസരത്തിൽ ഹാർദവമായി ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ
പുലിക്കോട്ടിൽ അച്ഛൻ എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ആ സമയങ്ങളിൽ UK, USA, കാനഡ, മദ്രാസ്, കോട്ടയം എന്നീ സ്ഥലങ്ങളിലൊക്കെയും പോയി വൈദിക ശുശ്രൂഷ നടത്തുകയും തിരുമേനി ആയതിനു ശേഷം ജർമ്മനിയിൽ പോയി തന്റെ ഡോക്ടറേറ്റ് എടുക്കുകയും കൂടാതെ ലാറ്റിൻ, ഹെബ്രു, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ എന്നീ ഭാഷകളിൽ ഡിപ്ലോമ എടുക്കുകയും ചെയ്തതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് 10-ലധികം പബ്ലിക്കേഷൻ ഓൾറെഡി തിരുമേനി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അതാണ് അറിയുന്നത്. കൂടാതെ മലങ്കര സഭയുടെ മീഡിയയുടെ അധ്യക്ഷനായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മീഡിയയുടെ അധ്യക്ഷനായിട്ടും തിരുമേനി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. കൂടാതെ തന്നെ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്തയായിട്ട് സേവനം അനുഷ്ഠിക്കൊണ്ട് കുന്നംകുളം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്തയായിട്ടും ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ മറ്റ് പ്രാഗൽഭ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സെമിനാരി പഠിപ്പിക്കുമ്പോൾ തന്നെ, ഓർത്തഡോക്സ് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിയോളജി ആൻഡ് റിലീജിയൻ, ഫിലോസഫി ആൻഡ് റിലീജിയൻ എന്ന വിഷയത്തില് മറ്റ് മതങ്ങളിലോടും ഇസ്ലാം, ഹിന്ദു ഇവിടെയൊക്കെയും തൻ്റെ ബോധ്യങ്ങൾ അവരുമായിട്ട് പങ്കിടുകയും അവിടെ പോയി അവർ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ള അറിവുണ്ട്. തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ, സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ, തിരുമേനിയുടെ ഉള്ളില് ഉള്ളത് തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ്. കാപട്യം ലേശമില്ല, ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത് കാരണം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന തിരുമേനി ആരാന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പുലിക്കോട്ടിൽ ജൂലിയോസ് തിരുമേനി മാത്രമാണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നമുക്കിവിടെ ശ്രദ്ധേയമായിട്ടുണ്ട്. തൻ്റെ ഉള്ളിലുള്ള അതേപടി പകർന്നു വരും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ. എന്നാല് ഇന്ന് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ശുഭകോന കൺവെൻഷൻ വലിയ മനോഹരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ മേൽ കൂടുതലായിട്ടും മനോഹരിത വരുത്തുവാൻ തന്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി തരുന്ന തിരുമേനിയോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്തവ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. ഞാൻ സംസാരിക്കുകയാണോ? അതെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്ലോറിയസ് ഗോസ്പൽ, മഹത്വകരമായ സുവിശേഷം, സ്വർഗീയമായ സുവിശേഷം, ആത്മാവിനെ ചൈതന്യം നൽകുന്ന ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ഏകപുത്രനാൽ ലോകത്തിന് ജീവനും രക്ഷയ്ക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം ജീവനുള്ള പരിശുദ്ധ റൂഹായാൽ നട്ട് നനയ്ക്കുന്ന പരിശുദ്ധ സഭയിൽ ഘോഷിക്കപ്പെടുന്ന സുവിശേഷം. സുവിശേഷം ഓരോ കാലഘട്ടത്തിലും ആവശ്യമായിരിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വ്യാഖ്യാനത്തോടുകൂടി നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകരെ തെരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഇന്ന് ഈ ഗ്ലോറിയസ് സുവിശേഷത്തിലൂടെ ലോകത്ത്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ മുഴുവൻ സത്യത്തിന്റെ പാതയിലേക്ക് ഇവരുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ ഷിബു പാസ്റ്റർ, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തന നിരതരായി വന്ന അനേകം ദൈവമക്കൾ, അത് ഇന്റർ കോണ്ടിനെന്റലാണ്. അതിലെ എനിക്ക് തോന്നുന്നു എല്ലാ വൻകരകളിൽ നിന്നുള്ളവരും അവരെല്ലാം ചേർന്ന്, പ്രത്യേകിച്ച് അതത് കാലഘട്ടത്തിൽ, നമുക്കറിയാം സഭയുടെ ആരാധന ജീവിതത്തിൽ വിവിധ കാലഘട്ടങ്ങളുണ്ട്. ശുഭാഷ തന്നെ
അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹവും ബലീനായി ഞാനും കൂടിയുള്ള ഒരു ഡിസ്കഷനിൽ, ഹ്യൂസ്റ്റണിൽ വെച്ച് നടന്ന ഡിസ്കഷനിൽ 7 കാലങ്ങൾ, 7 വീതമുള്ള 7 ആഴ്ചകളോളം വരുന്ന 7 കാലങ്ങൾ, ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ, ഓരോ ദിവസവും 7 യാമങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ക്രമീകരണത്തെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ക്രമീകരണത്തിൽ ആരാധനാ വർഷത്തിന്റെ ലിറ്റർജിക്കൽ ഇയറിന്റെ 3-ാമത്തെ കാലം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ആരംഭിച്ച, കൊത്തിനെ ഞായറാഴ്ചയിൽ ആരംഭിച്ച വലിയ നോമ്പിന്റെ, രക്ഷാകരമായ വലിയ നോമ്പിന്റെ, ദ ഗ്രേറ്റ് ലണ്ടൻ സീസൺ എന്ന് പറയും. ആ സീസൺ എന്താണ് എന്ന് ക്രിസ്തു ജീവിതവുമായി ചേർത്ത് ചിന്തിച്ചാൽ നാം കാണുന്നത് പോലെ കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ മാതാവിന്റെ അപേക്ഷപ്രകാരം തന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ബട്ട് ഐ എം സ്റ്റാർട്ടിങ് ഹിയർ. മാതാവിന്റെ അപേക്ഷപ്രകാരം തന്റെ 1-ാമത്തെ അത്ഭുത പ്രവൃത്തി അടയാളമായിട്ട് കാനാവിൽ ആരംഭിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് നാം കാണുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാകരമായ സുവിശേഷ വ്യാപന കാലം, തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ കാനാവിലെ കല്യാണ വിരുന്നിൽ നിന്നാണ് എന്നും നമുക്ക് കാണാം, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ. മുന്നിലേക്ക് ഒരു വാക്ക് പറഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ യേശുക്രിസ്തുവിന്റെ ജനനം വരെയുള്ള കാലമാണ് ക്രിസ്തുമസിന് മുൻപുള്ള 8 ഞായറാഴ്ചകൾ 1-ാമത്തെ കാലമായിട്ട് നാം ഗണിച്ചത്. ക്രിസ്തുമസ് മുതൽ വലിയ നോമ്പ് വരെയുള്ള കാലം പീരീഡ് ഓഫ് എപ്പിഫനി എന്ന് പറയും. ക്രിസ്തുവിന്റെ ജനനം, ചേലാകർമ്മം, മാമോദീസ, ദേവാലയ പ്രവേശനം, സ്ലീഹന്മാരെ തെരഞ്ഞെടുക്കൽ, ഈ കാര്യങ്ങൾ എല്ലാം വിശുദ്ധ 3 നോമ്പ്, അനുതാപത്തിന്റെ വലിയ നോമ്പ്, നിലുവ നോമ്പ്, ഇതെല്ലാം ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞത്. അതിനുശേഷം ക്രിസ്തുവിനോടൊപ്പം കാൽവറിയിലേക്കുള്ള യാത്ര, തൻ്റെ സുവിശേഷ ദൗത്യത്തിന്റെ പരമകാഷ്ഠയായ സംഭവങ്ങളിലേക്ക്, ലോകത്തിന് മുഴുവൻ സൗഖ്യം കൊടുക്കുന്ന ആ സംഭവങ്ങളിലേക്ക്, അത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിൽ ആരംഭിച്ച് കുരുടനും കുഷ്ഠരോഗിക്കും പക്ഷപാത രോഗിക്കും ജ്ഞാനായക്കാരിയിൽ നിന്ന് ഭൂതം അങ്ങനെ എല്ലാ സംഭവങ്ങളിലൂടെയും മുന്നോട്ട് പോയി ഒടുവിൽ മരിച്ചവനെ ഉയർപ്പിക്കുന്ന, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ചവനെ ഉയർപ്പിച്ച് അവരെല്ലാവരും ചേർന്ന് യെരുശലേമിലേക്ക് മഹത്വകരമായി ഉശാന എന്ന് പാടിക്കൊണ്ട് യാത്ര ചെയ്ത് അവിടെ വെച്ച് തന്റെ കഷ്ടാനുഭവത്തിന്റെ ആ അനുഭവങ്ങൾ പൂർത്തിയാക്കി, താൻ മരണത്തെ രുചിച്ച് അറിഞ്ഞ് ഖബറടക്കപ്പെട്ട് പാതാളത്തിലുള്ളവരോട് സുവിശേഷം അറിയിച്ച്, അങ്ങനെ ആദ്യം മുതൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പുനരുത്ഥാനത്തിലേക്ക് നയിച്ചുകൊണ്ട് തന്റെ മഹത്വകരമായ പുനരുത്ഥാനത്തിലാണ്. ഈ ഒരു കാലഘട്ടമാണ് 7 ആഴ്ചയിൽ 49 ദിവസങ്ങളിലൂടെ നാം ആചരിക്കുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. ഈ ഒരു കാലഘട്ടത്തിലാണ് the fast and feast in different religious traditions, ഈ ഒരു തീമിൽ പ്രധാനമായി ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമ്മുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലെ ഫാസ്റ്റ് ആൻഡ് ഫീസ്റ്റ് എന്നുള്ളതിനെ ഒരു
പ്രത്യേക റെഫറൻസ്, പ്രാധാന്യം നൽകിക്കൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ഒരു കൺവെൻഷന്റെ പശ്ചാത്തലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അനേകർ ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുന്നുണ്ട് എന്ന് അറിയാം. എന്നാൽ ഒരു മൊണോട്ടണസ് ആയി പോകാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഇതിൽ തന്നെ നമുക്ക് ഷിബു പാസ്റ്ററും മറ്റൊരു സഹോദരനും, എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ പേരെനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, അവരെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരെ അനുവദിക്കുന്നതനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും പറയുവാനായിട്ട് ഒരു അവസരം ലഭിക്കണം. ഇന്ത്യൻ ടൈം ഇപ്പോൾ 7:15, ഏതാണ്ട് 8 മണി അല്ലെങ്കിൽ ഒരു 8:10 വരെ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ ആയിട്ട് മുന്നോട്ട് പോകാം. അതിനുശേഷം മറ്റൊരു മീറ്റിങ്ങിലൂടെ പങ്കെടുക്കാനുണ്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചർച്ചകൾ തുടരുകയും ചെയ്യാം. ഇതാണ് പറയുവാനുള്ളത്. ദൈവനാമത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. വലിയ സന്നിധാനത്തിൽ ശിരസ്സുകളെ നമിക്കുന്നു. ദൈവമേ, നിന്റെ വചനത്തിൽ നിന്ന് കാണുവാൻ, നിന്റെ സഭയിൽ നിന്ന് പഠിക്കുവാൻ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി സംഭരിച്ചുകൊണ്ട് നിന്റെ ജനതയോട് സംസാരിക്കുവാൻ ബലഹീനനായ അടിയനെ യോഗ്യനാക്കണമേ. അടിയന്റെ നാവുകളെ അതിനായി തുറക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നാം എപ്പോഴും പറയുന്ന ഒരു സേ ഉണ്ട്, there is no feast without fast. ലോകത്ത് മിക്കവാറും മതങ്ങളിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതങ്ങളെ കുറിച്ചുള്ള മതങ്ങളുടെ വേദശാസ്ത്രം എന്ന വിഷയമാണ് എൻ്റെ ഐച്ഛിക വിഷയം. ഞാൻ കോട്ടയം സെമിനാരിയിൽ BD പഠിച്ചതിന് ശേഷം മദ്രാസ് ഗുരുകുൽ കോളേജിൽ മതങ്ങളുടെ വേദശാസ്ത്രത്തിലാണ് മാസ്റ്റർ ഓഫ് തിയോളജി എടുത്തത്. അതിനുശേഷം കോട്ടയം പഴയ സെമിനാരിയിൽ മത അധ്യാപന വിഭാഗത്തിൽ മതങ്ങളുടെ വേദശാസ്ത്രം, ഇന്ത്യൻ ഫിലോസഫി ആൻഡ് റിലിജിയൻ എന്ന സബ്ജക്റ്റിൽ ഒരു ലെക്ചററായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജർമ്മനിയിൽ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ജർമ്മനിയിലെ ഫെഡറിക് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിൽ DTH ചെയ്യുവാൻ സാധിക്കുന്നത്. അവിടെ മതങ്ങളുടെ വേദശാസ്ത്രവും സുവിശേഷത്തിന്റെ വേദശാസ്ത്രവും, Religionswissenschaft und Theologische Wissenschaft, ഈ ഒരു സബ്ജക്റ്റിലാണ് എനിക്ക് ഒരു PhD പ്രബന്ധം അവതരിപ്പിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞത്. അതേ തുടർന്ന് വീണ്ടും സെമിനാരിയിൽ, കോട്ടയം സെമിനാരിയിലും നാഗ്പൂർ സെമിനാരിയിലും പഠിപ്പിക്കുവാൻ ആരംഭിച്ചപ്പോൾ അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഡിവിനിറ്റി സ്കൂളിൽ ഇതേ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും ഡിപ്ലോമയും കൂടെ ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. തിരിച്ചു വന്ന് നാഗ്പൂർ സെമിനാരിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സഭയുടെ മെത്രാപ്പോലീത്ത എന്ന സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും 2010 ആ സ്ഥാനത്ത് വന്നത്. ഞാൻ എന്തിന് സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഉടനീളം മതങ്ങളെ അരികിൽ നിന്ന് അറിയുവാനും മനസ്സിലാക്കുവാനും അവയുടെ മതാത്മകത, അവയുടെ ആത്മീകത, ഈ കാര്യങ്ങളെ കാണുവാനും വിലയിരുത്തുവാനും കഴിവുള്ളിടത്തോളം അതിനെ അനുഭവിക്കുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബലഹീനനായ എൻ്റെ പിതാവ്, ഞാൻ കുന്നംകുളത്തുകാരനാണ്, അതിൽ പക്ഷെ പേരിൽ നിന്നും എൻ്റെ സ്വഭാവത്തിൽ നിന്നും നിങ്ങൾക്കറിയാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കും. കുന്നംകുളം പുലിക്കോട്ടിൽ പാവു എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്, പോൾ, വറീദ് പോൾ. അദ്ദേഹം ഏറെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച ഒരു പാഠം മതങ്ങൾ ദൈവത്തിന്റെ വേലയാണ്, മതങ്ങൾ ഒന്നും പൈശാചികം അല്ല എന്നാണ്. ഏത് മതവും ആർക്കും സ്വീകരിക്കാം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ പണ്ട് ഭാഗമായും
വിവിധമായും വ്യത്യസ്ത സാംസ്കാരിക ഭാഷ പാരമ്പര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുവാൻ ഈ അന്ത്യകാലത്ത് പുത്രനിൽ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാണ് ക്രൈസ്തവ മതവേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിൽ തെറ്റില്ല. എല്ലാ മതങ്ങളും അവയുടെ തത്വചിന്താ പദ്ധതികളും അവയുടെ ആശയങ്ങളും ഒക്കെ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലെ അത് സാധിക്കും. പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിലൂടെ വിവിധ മതങ്ങളെ കാണുവാൻ നമുക്കിടയാകുമ്പോൾ മറ്റ് സംസ്കാരങ്ങളെ ബഹുമാനിക്കുവാൻ, അവരുടെ വിശ്വാസ ആചാരങ്ങളെ അടുത്തു നിന്ന് കാണുവാൻ, അതിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളെ സാംശീകരിക്കുവാൻ, അങ്ങനെ അവരുമായി ഒരു ആത്മബന്ധത്തിൽ എത്തുവാൻ, അങ്ങനെ എത്തുമ്പോൾ അവരുടെ മതങ്ങളുടെയും പൂർണ്ണത, the fullness, the pleroma of their religion is in Christ എന്ന് മനസ്സിലാക്കുന്ന ഒരു ചിന്ത പദ്ധതി, അതാണ് വൺ ക്രൈസ്റ്റ് മെനി റിലീജിയൻസ് എന്നൊക്കെയുള്ള വളരെ പ്രസിദ്ധമായ റൈമോണ്ടോ പണിക്കരുടെ ബുക്ക്, ഒരുപാട് ഗ്രന്ഥങ്ങൾ തിയോളജി ഓഫ് റിലീജിയൻസിലുണ്ട്. ഇതൊക്കെ കാണുവാൻ, അതിലേക്കൊക്കെ ഒന്ന് ഉപനയിക്കുവാൻ സത്യത്തിൽ എനിക്ക് ആദ്യം ആത്മപ്രേരണ ലഭിച്ചത് എൻ്റെ ഭവനത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെ കൈകളിൽ നിന്നാണ്. എൻ്റെ മാതാവ് കുന്നംകുളത്തെ സിംഹാസനപ്പള്ളി ഇടവക അംഗമാണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടസ്റ്റിൽ പറഞ്ഞാൽ കുന്നംകുളം സിംഹാസനപ്പള്ളി എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയുടെ, സുറിയാനി സഭയുടെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പള്ളിയാണ്. എൻ്റെ പിതാവ് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി, കത്തീഡ്രൽ പള്ളി അഥവാ ചാട്ടുമുള്ളങ്ങര മർത്തുമറിയം പള്ളി, വൈദേശിക ആധിപത്യത്തെ, പോർച്ചുഗീസ് ആധിപത്യത്തെ ഒക്കെ എതിർത്ത് തോൽപ്പിച്ച, അങ്ങനെയാണ് അതിനെ അയർത്ത അറ്റത്തെ പള്ളി, എതിർത്ത പള്ളി എന്നൊക്കെ പേര് പോലും വരുന്നത്, അങ്ങനെയുള്ള ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ വിവാഹബന്ധത്തിലൂടെ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നായി. അവിടെയാണ് എൻ്റെ ജനനം. അമ്മയുടെ അപ്പൻ, എൻ്റെ മെറ്റർണൽ ഗ്രാൻഡ് ഫാദർ, സുറിയാനി ആരാധനകൾ, എല്ലാ യാമപ്രാർത്ഥനകളും ഏറെ നിഷ്ഠയോടെ കർശനമായി ചൊല്ലുകയും നിന്ന് പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥിക്കാനിരിക്കുക എന്നുള്ളൊരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല, പ്രാർത്ഥിക്കുകയും അത് ഞങ്ങളെ മലയാളത്തിലും സുറിയാനിയിലും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തു. പിതാവിന്റെ ഭാഗത്തും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിതാവിന്റെ ഭാഗത്ത് എല്ലാ മതങ്ങളിലേക്കും ഒന്ന് നോക്കുവാനുള്ള ആ ഒരു ചിന്ത അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അപ്പനാണെങ്കിൽ വീടിന്റെ മുന്നിലൂടെ കാവടിയാട്ടം പോകുമ്പോൾ വാതിൽ അടച്ചിടുകയും അതൊന്നും കുഞ്ഞുങ്ങൾ കാണണ്ട, ഇതൊക്കെ മറ്റു മതങ്ങളുടെയാണ്, നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല എന്നുള്ള വിധത്തിൽ. അതിനെ രണ്ടിനെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. തീവ്രമായ മതാത്മകതയിൽ വഴിതെറ്റിപ്പോകരുത് എന്നുള്ള എൻ്റെ മാതാവിന്റെ പിതാവിന്റെ ആ ചിന്തയും, എല്ലാ മതങ്ങളും ആദരിക്കപ്പെടണമെന്നുള്ള എൻ്റെ പിതാവിന്റെ ആ ഒരു സ്ട്രീം ലൈനും, എൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തെ എൻ്റെ പിതാവ്, അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 25 വർഷമായി, അമ്മ യാത്ര പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. എൻ്റെ പിതാവ് എടവക അമ്പലം എന്നാണ് പറയുന്നത്, ശിവന്റെ അമ്പലം എടവക അമ്പലം എന്നാണ് പറയുന്നത്. അയ്യപ്പൻ വിളക്ക് വരുമ്പോൾ നമ്മുടെ അയ്യപ്പൻ വിളക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് ചാവക്കാട് ചന്ദനക്കുടം നേർച്ച വരുമ്പോൾ നമ്മുടെ നേർച്ച ആയി നമുക്ക് പോകാം. അങ്ങനെ എല്ലാ മതങ്ങളുടെയും കഥകളി, ഓട്ടം തുള്ളൽ എന്നു വേണ്ട എല്ലാ ഈ മതങ്ങളുടെ ആരാധന സാംസ്കാരിക സംവിധാനങ്ങൾ
കാണിച്ചു തരികയും അവിടെയൊക്കെ ചെമ്പൈ സംഗീതോത്സവത്തിന് രാത്രിയിലെ ഗുരുവായൂർ അമ്പലത്തിൽ, കാരണം ഞങ്ങൾക്ക് അവിടുന്ന് വളരെ അടുത്താണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഗുരുവായൂർ അമ്പലം 7-8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെയൊക്കെ ആ വിധത്തിൽ ഉള്ള ഒരു ട്രെയിനിങ് ആണ് ലഭിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംസ്കൃതം ഐച്ഛിക വിഷയമായിട്ട് പഠിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അപ്പോഴാണ് ഇന്ത്യൻ ഫിലോസഫിയോടും ഇന്ത്യൻ മതങ്ങളോടും പ്രത്യേകിച്ച് ഹിന്ദുവിസത്തോടൊക്കെ കൂടുതലെടുത്ത് വരാൻ തുടങ്ങിയത്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയൊക്കെ മതങ്ങളെ അടുത്ത് അറിഞ്ഞപ്പോൾ കണ്ട ഒരു കാര്യം, എല്ലാ മതങ്ങളിലുമുള്ള ഒരു വലിയ പ്രമാണമാണ് നോമ്പ്. നമ്മള് ഫാസ്റ്റ് എന്ന് പറയും, ഫാസ്റ്റിംഗ് എന്ന് പറയും, ആബ്സ്റ്റിനൻസ്, ഓസ്റ്റെറിറ്റി. ഒരു വലിയ സംഭവത്തിലേക്ക് നാം ഒരുങ്ങുമ്പോൾ അതിന് മുന്നോടിയായി ഒരു വലിയ ഒരുക്കത്തിന്റെ കാലം, പ്രിപ്പറേറ്ററി പീരീഡ്, ടൂയോഗോ. നമ്മൾ പറയുമല്ലോ, there is no crown without cross എന്ന് പറയുന്ന പോലെ തന്നെയാണ് there is no feast without fast. ഞാൻ ഈ ഫാസ്റ്റ് ആൻഡ് ഫീസ്റ്റ് ഇൻ ഡിഫറെന്റ് റിലീജിയസ് ട്രഡീഷൻസ് എന്നുള്ളത് അല്പം കൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, എപ്പോഴും ഏത് മതത്തിലായിരുന്നാലും ഒരു വലിയ ഫീസ്റ്റ് വരുമ്പോൾ, അത് ശിവരാത്രി ആയിരുന്നാലും അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ ആ പുണ്യ പെരുന്നാളിന് മുൻപ് ഉള്ള റമദാൻ മാസം, അത് ഫാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഈ മതങ്ങൾക്കൊക്കെ, മിക്കവാറും മതങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഓഫ് ഒബ്സർവൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ, ഓരോ ഫാസ്റ്റും കഴിയുമ്പോഴും അത് ഒരു ഫീസ്റ്റിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ തന്നെ പാരമ്പര്യമാണ്. വെള്ളിയാഴ്ചകളിൽ നാം ഉപവസിക്കുന്നു, കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി മരണത്തെ രുചിച്ച ദിവസമാണ്. സഹദേവന്മാരുടെ ത്യാഗങ്ങളെ ഓർക്കുന്ന ദിവസമാണ്. അത് ഒരേ സമയം രക്തസാക്ഷിത്വത്തിന്റെ പെരുന്നാളാണ്, ഒപ്പം അവരോട് ചേർന്ന് സഹിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതാണ്. അങ്ങനെ വെള്ളിയാഴ്ച നാം ഉപവസിച്ച് കഴിയുമ്പോൾ ശനിയാഴ്ച എല്ലാം വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ദിവസമാണ്. ശനിയാഴ്ച കുർബാന ചൊല്ലാൻ പാടില്ലാത്ത ഒരു ശനിയാഴ്ചയില്ല. 365 ദിവസത്തിൽ 52 ആഴ്ചയിൽ there is no a single Saturday that we cannot celebrate Holy Kurbana. കാരണം എല്ലാം വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്തുകയാണ്. ക്രിസ്തു പാതാളത്തിൽ വിശ്രമിക്കുകയും അവിടെ വിശ്രമിച്ചിരുന്നവരെ സുവിശേഷം, ഗോസ്പൽ സാറ്റർഡേ, ഗ്ലോറിയസ് ഗോസ്പൽ സാറ്റർഡേ എന്ന് നമുക്ക് കോണ്ടസ്റ്റിൽ പറയാൻ കഴിയും. അവരെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇവരെല്ലാം ചേർന്ന് പുനരുത്ഥാന പെരുന്നാൾ, ഈച്ച് സൺഡേ is a feast of resurrection. So when you start a fast on Friday, there is a fast, there is a resting day, a day of gospel, a day of hope, and then a day of feast, the feast of resurrection. ഈ ഒരു തത്വം നമുക്ക് കാണാനോ. ഇതും ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, ഈ എല്ലാ നാം ഇന്ന് കാണുന്ന പ്രത്യേകിച്ച് സെമിറ്റിക് റിലിജൻസിന്റെ എല്ലാം അമ്മ എന്ന് പറയുന്നത് അബ്രഹാമി വിശ്വാസമാണ് എന്ന് നമുക്കറിയാം, അല്ലേ? മോശയുടെ സമയത്തുണ്ടാകുന്ന പഞ്ചഗ്രന്ഥങ്ങൾ ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ ആസ് എബ്രായ മതം. അതിനു മുൻപ് ആണ് അബ്രഹാമിന്റെ മതം എന്ന് നമുക്കറിയാം. ഈ അബ്രഹാമിന്റെ കാലം മുതൽ
അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് വൈകിട്ടും സന്ധ്യാനമസ്കാരം, നമസ്കാരം കഴിഞ്ഞാണ് ഈ സെഷനിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബുധനാഴ്ച അധികം പേർക്കും അമേരിക്കയിലുള്ളവർക്ക് പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാവിലെ ആയിട്ടുള്ളൂ. ഇവിടെ രാവിലെ വൈകിട്ട് 7:30 എന്നറിയാമല്ലോ. ഇന്ന് വൈകിട്ടത്തെ സന്ധ്യാനമസ്കാരത്തിലും സെദറ ആരംഭിക്കുന്നത് സേത്തു മുതലുള്ള ആദാമിന്റെ സന്തതി മുതൽ ഇങ്ങ് എസ്രാ, നെഹമ്യ ഈ കാലഘട്ടം വരെയുള്ള പഴയ നിയമ ചരിത്രത്തിൽ മുഴുവനുള്ള, അത് കഴിഞ്ഞ് ഇന്റർടെസ്റ്റ്മെന്റൽ പീരീഡിലുള്ള ഷ്മൂനിയും മക്കളും ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുതിയ നിയമത്തിലേക്ക് കടന്നു. ഇവര് ആരൊക്കെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി ദൈവസന്നിധികളൊക്കെ സമർപ്പിച്ചുവോ അവരെ മുഴുവനും ഓർക്കുകയാണ് നോമ്പിന്റെ പ്രസംഗങ്ങളിൽ. സെദറ എന്ന് പറഞ്ഞാൽ പ്രസംഗങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാസ്റ്റ്, ഇതാണ് അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അവിടെയാണ് ഇന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ഷിബു ഫാസ്റ്റ് ആരംഭിച്ച ദിവസത്തെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിശ്വാസം, അത് സ്നേഹം, ജ്ഞാനം, വിശ്വാസം, ഈ 3 കാര്യങ്ങൾ നോമ്പുകാലത്തെ നോമ്പിന്റെ ക്രിസ്ത്യൻ എത്തിക്സ് ഈ 3 കാര്യത്തിലാണ്. സ്നേഹമോടെത്തിയ സൽപുത്ര എന്നാണ് വിളിക്കുന്നത്. സ്നേഹമാണ്, തൻ്റെ സ്നേഹമാണ്, പിതാവിന്റെ സ്നേഹമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് യോഹന്നാന്റെ തിയോളജിയിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നു. നമ്മുടെ ആശീർവാദങ്ങളിൽ നാം ആദ്യം പറയുന്നത് പിതാവാം ദൈവത്തിന്റെ സ്നേഹം, the love of God the Father, the mercy of the only begotten Son, തന്റെ ഏകജാതനായ പുത്രന്റെ കൃപ, കരുണ, തൈബൂസേദേൻ ദിഹിദോയോബ്രോ എന്നാണ് പറയുന്നത്. അരാമൈക് ഒറിജിനൽ സോഴ്സ്. ഒപ്പം തന്നെ പരിശുദ്ധ റൂഹായുടെ സംബന്ധം, ശത്വപൂസോ മഗ്നോനൂസോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും, the indwelling and companionship of the Holy നാം ക്രിസ്തുവിൽ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും വലിയ സാഹചര്യത്തെയാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ശേത്ത് മുതൽ നമുക്ക് കാണാം. വേദപുസ്തകത്തിന്റെ ഓരോ താളുകളും മറിയുമ്പോഴും വലിയ ഉപവാസങ്ങളുടെ, വലിയ നോമ്പുകാലങ്ങളുടെ അതിൽ പറയുകയാണ്. നമ്മള് നോഹയെ കുറിച്ച് പറയുമ്പോൾ നോഹ പെട്ടകത്തിൽ അടക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. പക്ഷേ സഭയാകുന്ന പെട്ടകത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നോഹ പെട്ടകത്തിനകത്ത് 40 ദിവസം വെള്ളത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ 40 ദിവസം പൂർണ്ണ മൗന ഉപവാസ ധ്യാനം ആയിരുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. മോശപ്പെട്ടകത്തിൽ ഇരുന്നത് സാന്ദർഭികമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് ഒരു ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുമ്പോൾ, നമ്മളെ ഒന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എത്ര നാൾ, ഇനിയും എത്ര നാൾ ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഉത്തരം, നോഹ പെട്ടകത്തിനകത്ത് ചെലവഴിച്ചത്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാവോ എത്ര ദിവസമാണ് നോഹ പെട്ടകത്തിനകത്ത് ചെലവഴിച്ചതെന്ന്? ഒരുപക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ ആരും പറയില്ലായിരിക്കും.
അതുപോലെ എല്ലാവരും മ്യൂട്ടിലായിരിക്കും. വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 7:16 മുതൽ 8:16 വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് കാണുന്നു 375 ദിവസമാണ് നോഹയുടെ ജീവിതകാലം. ആയുസിന്റെ 600-ാം സംവത്സരം 2-ാം മാസം 17-ാം തീയതിയാണ് നോഹ കുടുംബത്തോടൊപ്പം സർവ്വജീവജാലങ്ങളോടുമൊപ്പം, അഥവാ the species of the entire universe were collected into that huge ark. And then King James Version പറയാണ്, then he shut him in. അവനെ അകത്താക്കി വാതിലടച്ചു. ദൈവം വാതിലടച്ചു. പിന്നെ ആ വാതിൽ തുറക്കുന്നത് നോഹയുടെ ആയുസിന്റെ 601-ാം സംവത്സരം 2-ാം മാസം 27-ാം തീയതിയാണ്. അപ്പോൾ 1 വർഷവും 10 ദിവസവും, അന്ന് വർഷത്തിന് 365 ദിവസം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം 375 ദിവസമാണ് ആ പെട്ടകത്തിനകത്ത് ജീവിച്ചത്. ഈ പെട്ടകത്തിനകത്തെ കാലം വലിയ ഒരു ഒരുക്കത്തിന്റെ, വലിയ ഒരു നോമ്പിന്റെ കാലം ആയിരുന്നു എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ 40 ദിവസം എന്നുള്ളത് മാത്രമല്ല, ഒരു ദീർഘമായ ഒരു നോമ്പുകാലം. ആ നോമ്പുകാലത്താണ് ഇത്. ഈ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് അല്ലെങ്കിലും പറയുകയാണ്. മലങ്കാക്കയെ അയച്ചു നോക്കി, പ്രാവിനെ അയച്ചു നോക്കി, വീണ്ടും പ്രാവിനെ അയച്ചു നോക്കി. ഇതെല്ലാം ഓരോ വാക്സിനുകൾ, എങ്ങനെ ഇതിൽ നിന്ന്, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള മാനുഷികമായ വാക്സിനുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒടുവിൽ പ്രപഞ്ചത്തെ ഒന്ന് ശരിയാക്കി എടുത്ത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള പോലെ ഒരു പ്രളയാനന്തര ഭൂമിയെ സൃഷ്ടിച്ചെടുത്ത് അവിടെ ഒലീവ് തൈ വളർന്നു വന്ന് ആ ഒലീവ് ഇതാ വളർന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നോഹയ്ക്ക് മനസ്സിലാകുകയാണ്, നോഹയ്ക്ക് ദർശനം ലഭിക്കുകയാണ്. This now the time to open the door. അങ്ങനെ യഹോവ ആ പെട്ടകത്തിന്റെ വാതിൽ വീണ്ടും തുറക്കുകയും മനുഷ്യകുലം വീണ്ടും ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുകയും ചെയ്യുകയാണ്. തുടർന്നുള്ള കാലത്തും നോക്കിയാൽ നമുക്കറിയാം, ഒത്തിരി വിശദമായി അത് പറയേണ്ട കാര്യമില്ല. ഇത് പൊതുപാരമ്പര്യമാണ്. എബ്രായ മതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഇവരുടെ എല്ലാം അതുപോലെ തന്നെ ഈ എന്താ പറയാ, എബ്രായ മതത്തിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ മാറിപ്പോയിട്ടുള്ള, ഉദാഹരണത്തിന് ശമരിയ മതം, ഇങ്ങനെയുള്ള ഒരുപാട് അബ്രഹാമിക് റിലിജിയൻസ് ഉണ്ട്. ശിവപാസന അതിനേക്കാൾ ഭംഗിയായിട്ട് പറയാനറിയാം. അതിൻ്റെ ഒരു കൗണ്ട് പറയുന്നത് there is more than around 200 forms of Aramaic religions. Many are still prevailing in such a small level and many are dead. ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം, ക്രിസ്ത്യാനിറ്റിയിൽ എത്രമാത്രം തരം ക്രിസ്തീയതയുണ്ട്, എത്രമാത്രം ഡിനോമിനേഷൻസ് ഉണ്ട്. അതുപോലെ ഇസ്ലാമിലുണ്ട്, അതുപോലെ യഹൂദ മതത്തിലുണ്ട്, അതുപോലെ ശമര്യ മതത്തിലുണ്ട്. ഇവിടെയെല്ലാം ഇതെല്ലാം പക്ഷേ ഒരേ പാരമ്പര്യത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ പാരമ്പര്യം മുഴുവൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. ഈ എല്ലാ പ്രവാചകന്മാരും, അത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ ആദം മുതൽ മുഹമ്മദ് നബി വരെ, നമ്മുടെ പാരമ്പര്യത്തിലെ നിബിയേഷ്, ലീഹേഷ്, സുഹദെ, കാദീശെ, ആബോ, ഹോസെ, മൽഫോനി, ഇവരെല്ലാം ഈ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. നോമ്പുകാലത്തെ പ്രാർത്ഥനയിൽ നാം ആവർത്തിച്ച് കാണുന്നുണ്ട്, നോമ്പ് നിമിത്തം മോശയുടെ മുഖം അത്യന്തം ശോഭിതമായി. നോമ്പാൽ ഏലിയ വിജയം പ്രാപിച്ചു. നോമ്പാൽ ഹനനിയ, ഹസനിയ മുതലായ പൈതങ്ങൾ അഗ്നിയിൽ നടന്നു, ദൈവം അവരോട് കൂടെ നടന്നു. നോമ്പാൽ ദാനിയേൽ സിംഹക്കുഴിയിൽ സിംഹത്തെ അതിജീവിച്ചു.
പിതാക്കന്മാരുടെ ചരിത്രത്തിലും ഇഗ്നാറ്റിയോസിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടവർ, തിളച്ച എണ്ണയിൽട്ടവർ, തലയറുക്കപ്പെട്ടവർ, പക്ഷെ അവരെല്ലാം തങ്ങളുടെ ഗളത്തിലെ രുധിരത്താൽ, കഴുത്തിലെ രക്തത്താൽ അവർ ശോഭിതരായി എന്നാണ് വായിക്കുന്നത്. ആ ശോഭ അവർക്ക് കൊടുക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ബന്ധം. ക്രിസ്തുവുമായിട്ടുള്ളവരുടെ ബന്ധം എന്ന് പറയുന്നത് ഈ വിശുദ്ധ യാത്രയിലൂടെയാണ്, നോമ്പാകുന്ന യാത്രയിലൂടെയാണ് എന്ന് നാം നോക്കണം. അപ്പൊ ഈ എല്ലാ പാരമ്പര്യങ്ങളിലും ഈ ഫീസ്റ്റിന് മുമ്പ് ഫാസ്റ്റ് ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഞാൻ ഒരല്പം പക്ഷേ അല്പം മോണോട്ടോണസ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അതുകൊണ്ട് മറ്റൊരു സബ്ജക്റ്റിൽ നിന്ന് ഞാനൊന്ന് വീണ്ടും എൻ്റെ ഒരു രീതി അതാണ്, എൻ്റെ ഒരു ടീച്ചിങ് മെത്തേഡ് അതാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു വശത്തേക്ക് ഒന്ന് പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്നതാണ് ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ. ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഒരുപാട് റിസർച്ചസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. വൈറ്റ് ചാപ്പലിൽ ആണ് അതിന്റെ ആസ്ഥാനം. ഒരുപക്ഷെ ശിവപാസ്റ്റർ ലണ്ടനിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടാകാം. അതിന്റെ ഡയറക്ടർ ഒരു 6-7 വർഷം മുമ്പ് വാസ് എ വെരി ഫേമസ് ലേഡി പ്രൊഫസർ, PhD 2-3 PhD ഹോളിസ്റ്റിക് മെഡിസിനിലും പിന്നെ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ PhD ഉള്ള ഒരു ലേഡി. ഞാനൊരു പേരിപ്പം മറന്നുപോയി. ആ ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിനും നമ്മുടെ ബാംഗ്ലൂരിലുള്ള സൗഖ്യ ഇന്റർനാഷണൽ, അതൊരു ഹോളിസ്റ്റിക് സെന്റർ ഫോർ ഹെൽത്ത് ആണ്. അത് ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലാണ്. ഈ 2 സ്ഥാപനങ്ങളും കൂടി ഒരു ഇന്റർനാഷണൽ സെമിനാർ ഓൺ ഹോളിസ്റ്റിക് മെഡിസിൻ, if I'm not wrong, it was in 2014, I think, in Bangalore. ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 4 ദിവസത്തെ ഒരുപാട് സെമിനാറുകളും പേപ്പറുകളും ഉണ്ടായിരുന്നതിൽ ഈ ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിന്റെ ഡയറക്ടർ അവതരിപ്പിച്ച ഒരു പേപ്പർ, അതിന്റെ കണ്ടന്റ് ഫാസ്റ്റിംഗ് ആസ് മെഡിസിൻ എന്നുള്ളതാണ്. നോമ്പ് അതിൽ തന്നെ ഒരു വലിയ മെഡിസിൻ ആണ്. പുള്ളിക്കാരി ഒരു സമയം വന്നപ്പോൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ മെഡിസിൻ ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ തുടർന്നപ്പോഴേ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അവർ പറയുകയാണ്, ഒരു വർഷത്തിൽ അതിൻ്റെ ഒരു 1/3 എങ്കിലും ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഫുഡ്, ഡിഫറെന്റ് മെനു, അത് പീരിയോഡിക്കലായിട്ട് കംപ്ലീറ്റ് പ്യൂർ വെജിറ്റേറിയൻ ആകുവാനും, അതുപോലെ തന്നെ ലിക്വിഡ് ഡയറ്റിൽ പോകുവാനും, വാട്ടർ ഡയറ്റിൽ വരുവാനും ഒക്കെ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തുടരുകയാണ്. ഒരു 40 to 50 days per year ടോട്ടലി നിങ്ങളുടെ ലൈഫ് പാറ്റേൺ, especially your menu, should be changed into a different order. If you are a kind of born non-vegetarian, you have to stop that for 40 to 50 days. വീണ്ടും അവർ പറയുകയാണ്, ഇത് പീരിയോഡിക്കലായിട്ട് സംടൈംസ് വർഷത്തിൽ ഒരിക്കലെങ്കിലും 40 days, പിന്നെ നിങ്ങൾക്ക് 20 days എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്, 10 days എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് അവർ അവസാനം പറയുകയാണ്, അറ്റ്ലീസ്റ്റ് 3 days you have to be completely on liquid diet. And she again added, if possible, if you are dare to do so, just water diet. 7 ദിവസം നിങ്ങൾക്ക് വെള്ളം കുടിച്ച് മാത്രം ജീവിക്കാനാവും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ, ഞാൻ അറിയാതെ, ഞാൻ അവിടെ ആരുമല്ല, ഞാൻ ഡയസിൽ ഫ്രണ്ട് സീറ്റിൽ ഉണ്ട്. കാരണം അവരുടെ ഡിസ്റ്റിംഗ്വിഷ് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് മെഡിസിനിൽ PhD ഇല്ല, എനിക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല.
പക്ഷെ എന്നെ ഓണർ ചെയ്ത് മുന്നിലിരുത്തിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പൊ അവര് ചോദിച്ചു, എന്താ ബിഷപ്പിന് ഇത്രയും താല്പര്യം തോന്നിയത് എന്റെ പേപ്പറിനോട്? ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ മറ്റു പേപ്പറുകൾ അവതരിപ്പിച്ചപ്പോൾ. ഞാൻ പറഞ്ഞു, യു ആർ ആക്ച്വലി ടോക്കിംഗ് എക്സാക്ട്ലി അബൌട്ട് അവർ റിലീജിയസ് ലൈഫ് സ്റ്റൈൽ. In our religion, our religious teachers has given us this pattern. Then I explained about our, fastings, 5 fasts. നമ്മുടെ നിനുവ ഫാസ്റ്റ് അല്ലെ, 3-day ഫാസ്റ്റ് നമ്മൾ വിളിക്കുന്ന നിനുവ ഫാസ്റ്റ്. നമ്മുടെ സ്ലീഹ നോമ്പ്, 13 ദിവസത്തെ സ്ലീഹ നോമ്പ്. നമ്മുടെ 15 നോമ്പ് നമ്മൾ വിളിക്കുന്ന ശൂനോയോ നോമ്പ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അത് 14 ദിവസമേ ഉള്ളൂ. 15-ാമത്തെ ദിവസം നോമ്പ് നമ്മൾ വീഴും, പക്ഷെ നമ്മൾ 15 നോമ്പ് എന്ന് പറയും, പക്ഷെ ശൂനോയോ നോമ്പ്. അതുപോലെ തന്നെ നമ്മുടെ എൽദോ നോമ്പ്, അത് ആക്ച്വലി 24 ദിവസം നോമ്പ്, 25 ദിവസം ഫീസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹലോ, കേൾക്കാവോ? വലിയ ഗ്രേറ്റ് ലെന്റ് എന്ന് പറയുന്ന നമ്മുടെ വലിയ നോമ്പ്, നമ്മൾ 50 നോമ്പെന്ന് സൗകര്യത്തിന് പറയും. സത്യത്തിൽ അത് 48 ദിവസമേ ഉള്ളൂ. 1-ാം ദിവസം നമ്മൾ പേതൃത്വം എന്ന് പറയും. അത് കഴിഞ്ഞാൽ 49-ാമത്തെ ദിവസം നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും അപ്പൊ അതിനെ കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നോമ്പുകളുടെ ഒരു പട്ടിക ഒന്നുകൂടെ നമ്മൾ ഓർത്താൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിനുവേ ഫാസ്റ്റ് അല്ലെ, ഫാസ്റ്റ് ഓഫ് കംപ്ലീറ്റ് റിപ്പൻഡൻസ്. ഈ 3 ദിവസങ്ങളിൽ നമുക്ക് ലിക്വിഡ് ഡയറ്റോ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ ഡയറ്റോ പറ്റുമെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യും. അതിൻ്റെ സാങ്കേതിക പദങ്ങളിലൂടെ ഒന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം, ഈ 2-3 ദിവസം നമ്മൾ ഭക്ഷിക്കാതെ ഇരുന്നാൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സെല്ലുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എനർജി, ഫാറ്റ് എടുത്തിട്ട് നമ്മുടെ സെൽസിലെ തന്നെയുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ, ഒരു പറമ്പിലെ കുറെ കരിയില കിടപ്പുണ്ടെങ്കിൽ അവിടെ നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയാം, ഹ്യൂസ്റ്റണൊക്കെ ആകെ തണുത്തുറഞ്ഞു നിൽക്കുകയാണെന്നാ പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഇവിടെ ഇച്ചിരി കരിയിലയൊക്കെ അടിച്ചു കൂട്ടി ഒരു സഞ്ചിയിൽ വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിറക് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്കൊരു അടുപ്പ് കൂട്ടിയിട്ടെങ്കിലും തീയിട്ട് വെള്ളം ചൂടാക്കാമായിരുന്നു എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകാം. പറഞ്ഞതുപോലെ ഈ നമ്മള് പുറത്തുനിന്നുള്ള സപ്ലൈ നമുക്ക് ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഡെഡ് സെൽസ്, അതുപോലെ തന്നെ ഫാറ്റ്, ഇതെല്ലാം എടുത്ത് ഉരുക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരികയും നമ്മുടെ ബോഡിയെ വിത്ത് ഇമ്മ്യൂണിറ്റി, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ദഹനേന്ദ്രിയങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി, അങ്ങനെ വരുമ്പോൾ ഹൈ പോസിറ്റീവ് എനർജി, അതിനെയാണ് യാക്കന്മാർ ആക്ച്വലി ഉപവാസം എന്ന് വിളിക്കുന്നത്. ബീയിങ്, ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റ് അലോൺ, സിറ്റ് വിത്ത് യുവർ ഫാദർ, സിറ്റ് വിത്ത് ഹയർ തിങ്സ്. ഈ ഒരു ചിന്തയിൽ വളരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നോട് ചേർത്ത് ഒരു ചിന്ത കൂടെ കൊണ്ടുവരികയാണ്. നമ്മുടെ പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗ എന്നുള്ളത് നമുക്കറിയാം. അഷ്ടാംഗ യോഗയെ കുറിച്ച് മുഴുവനായിട്ട് ക്ലാസ് എടുക്കാൻ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് അതിന് പോകുന്നില്ല. അഷ്ടാംഗ യോഗയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, അങ്ങനെ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് പ്രത്യാഹാരം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് പകരമുള്ളത്. ആഹാരത്തിന് പകരമുള്ളത് എന്താണ് എന്ന് തൻ്റെ ഉപവാസത്തിന് ശേഷം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ പരീക്ഷണത്തിന് മറുപടിയായിട്ട് പറയുന്നു, മനുഷ്യൻ
അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. നോക്ക, ഈ യോഗാചാര്യൻ BC 300 മറ്റോ ജീവിച്ചിരുന്ന യതീന്ദ്രനായിരിക്കുന്ന യോഗാചാര്യൻ യോഗാത് ചിത്തവൃത്തി നിരോധിത എന്ന് വിധിച്ച പതഞ്ജലി മഹർഷി പറയുകയാണ്, ആഹാരത്തിന് പകരമുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഇവന് ഭക്ഷിപ്പാൻ വല്ലതും കൊടുത്തു കാണുമെന്ന് പറഞ്ഞപ്പോഴ് കർത്താവ് പറയാണ്, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം. ശമരക്കാരി ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ല, വേറെ ആരും ഒന്നും കൊണ്ട് കൊടുത്തിട്ടില്ല. എന്നാൽ whenever I am able to do the will of God, that is the food of my personal enrichment. ഈ ഒരു വലിയ തത്വം നമുക്കിവിടെ ഉടനീളം കാണാം. ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ. അപ്പോൾ 3 നോമ്പ്, 13 നോമ്പ്, ശിഷ്യന്മാരെ ഓർക്കണേന് എന്തിനാണ് നോമ്പ്? എന്തിനാ നോമ്പ്? അവരുടെ യാതനകൾ അല്ലെ. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാണ്. ചിലര് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, പരിശുദ്ധ പാത്രികീസ് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, പിന്നെ എന്താണ് കാതോലിക്ക ബാവ തോമാസ് ലീഗയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കൂട്ടത്തിലൊന്ന് പറയാണ്, എൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്, മോനെ ഒരു സിംഹാസനമല്ല, പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുകയായിരുന്നു. തോമാസ് ലീഗ കർത്താവ് കുന്തമേറ്റതുപോലെ നെഞ്ചു പിളർന്ന് മരിക്കുകയായിരുന്നു. ശ്ലീഹന്മാരെല്ലാം അല്ലെ, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും വധിക്കപ്പെടുകയായിരുന്നു. ഒരു പക്ഷേ വധത്തെക്കാൾ വലിയ പീഡന മുറകളിലൂടെ യോഹന്നാൻ ശ്ലീഹ സഞ്ചരിച്ചു. അതുകൊണ്ട് ഇവരുടെയൊക്കെ സിംഹാസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വലിയ കസാര കയറിയിട്ടിരുന്ന് AC മുറിയിൽ ഇരുന്ന് കസാരയിലിട്ടിരുന്ന് വഴക്കൂടാറുള്ളതല്ല. That's not the സിംഹാസനം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. അപ്പൊ എന്തിനാണ് ശ്ലീഹന്മാരെ ഓർക്കുന്നത്? അവരുടെ ത്യാഗം, അവരുടെ സഹനം, അത് ഓരോ ദിവസവും ഓരോ ശ്ലീഹന്മാരെയും ധ്യാനിച്ചു കഴിയുമ്പോൾ ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹായുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. 3 നോമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം അനുതാപത്തിന്റെ വലിയ നോമ്പെടുത്ത് കഴിയുമ്പോൾ ആ വ്യാഴാഴ്ച നമ്മൾ നിനിവയുടെ രക്ഷ, അവർ 40 ദിവസമാണ് നോമ്പെടുത്തത് അല്ലേ. 40 ദിവസം രട്ടിലും വെണ്ണീരിലും കെടുന്നവർ നോമ്പെടുത്തു. ആ നിനിവയുടെ രക്ഷ ആഘോഷിക്കുകയാണ്. ഒപ്പം യോനാ നബിയെയും നാം ഓർക്കുകയാണ്. ശ്ലീഹ നോമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ആൻഡ് ഫീസ്റ്റ്. അതിന്റെ ഫീസ്റ്റ് എന്താണ്? The feast of Peter and Paul on 29th June, and second feast day 30th June എല്ലാ അപ്പോസ്തലന്മാരും, കാരണം അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വിവിധ സമയങ്ങളിലാണ് മരിച്ചത്, കൊല്ലപ്പെട്ടത്. അവരെയെല്ലാം ഒന്നിച്ച് നാം ഓർക്കുന്നു. അത് കഴിഞ്ഞാൽ ജൂലൈ 3 തോമസ് ശ്ലീഹായെ ഓർക്കുന്നു. ശ്ലീഹന്മാരെ എല്ലാം ഓർക്കുന്ന ശ്ലീഹ കാലമാണ്. ശ്ലീഹാക്കാലം, സുവിശേഷീകരണ കാലം, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള കാലം, അവിടെ അവരെയെല്ലാം ഓർക്കുന്നു. വീണ്ടും പെട്ടെന്നൊന്ന് മുന്നോട്ട് പോയാലേ നമ്മുടെ സമയം ഓടിപ്പോവുകയാണ്. അല്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള സമയം കൂടെ വേണമല്ലോ. എൽദോ നോമ്പ് രക്ഷാകരമായ ജനന പെരുന്നാളിലേക്ക് നമ്മെ ഒരുക്കുകയാണ്. യഥാർത്ഥത്തിൽ എൽദോ നോമ്പ് 25 ദിവസമല്ല, ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല, എൽദോ നോമ്പ് തുറന്നിട്ട് ഡിസംബർ 1-ാം തീയതി അല്ല, വചനിപ്പ് ഞായറാഴ്ച. അതായത് കലണ്ടർ ആരംഭിച്ചാൽ, കുദശിത്തോയിൽ കലണ്ടർ ആരംഭിച്ചാൽ കുദശിത്തോ ഹുദോശിത്തോ ഇത് രണ്ടും കഴിഞ്ഞാൽ സക്രിയ പുരോഹിതനോടുള്ള അറിയിപ്പ്, അത് കഴിഞ്ഞാൽ 4ാമത്തെ ഞായറാഴ്ച വചനിപ്പ് വരുന്ന മാതാവിനോടുള്ള അറിയിപ്പ്. മാതാവിൽ കർണത്താൽ ആ വിത്ത് അവളിൽ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ഫീസ്റ്റ് ഡേ ആണ്. അത് മാർച്ച് 25 ലിറ്ററലി ഡിസംബർ 25 ക്രിസ്മസ് ആയതുകൊണ്ട് അതിന്റെ മുൻപത്തെ മാർച്ച് 25 9 മാസം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചതെങ്കിൽ മാർച്ച് 25 ഈ വചനിപ്പ് നടന്നിട്ടുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്
അതിന്റെ പ്രാധാന്യത്തെ കാണിച്ച് മാർച്ച് 25-ന് അത് വലിയ പെരുന്നാളായിട്ട്, ദുഃഖവെള്ളിയാഴ്ച ആണിപ്പോൾ അത് കുർബാനയുള്ളതെന്ന് പറയും, പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നു. അതേ സംഭവം നമ്മളെ ആരാധനാ വർഷത്തിന്റെ ഒന്നാമത്തെ കാലഘട്ടത്തിൽ, അറിയിപ്പിന്റെ കാലഘട്ടത്തിൽ, വലിയ അറിയിപ്പ് കാലത്തിന്റെ മകുടം എന്ന് പറയുന്ന ഈ വചനപ്പ് ഞായറാഴ്ച. വചനപ്പ് ഞായറാഴ്ച കഴിഞ്ഞാൽ അന്ന് മുതൽ, ആ തിങ്കളാഴ്ച മുതൽ, ആ ഞായറാഴ്ച വൈകിട്ടാണ് പേതൃത്വം വേണ്ടത്, അല്ല നവംബർ 31 വൈകിട്ടല്ല. വചനപ്പ് പെരുന്നാൾ ഞായറാഴ്ച പേതൃത്വം നടത്തിയിട്ട് തിങ്കൾ മുതൽ ഡിസംബർ 25 വരെ നമുക്ക് നോക്കിയാൽ കാണാം. എത്യോപ്യൻ സഭയിലൊക്കെ അത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഈ ഇടയ്ക്ക് സുറിയാൻ സഭയുടെ ഒരു കേരളത്തിലുള്ള ഒരു വലിയച്ഛനോട്, അദ്ദേഹം ഈ വഴക്കിനൊക്കെ മുമ്പ് നാടുവിട്ടതാണ്, ഇപ്പോൾ റിട്ടയർമെന്റിൽ തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം പറയാണ്, ഞാൻ 80-ൽ നാടുവിട്ടപ്പോൾ ഉള്ള സഭയല്ല എന്റെ തിരുമേനി ഇത്. അദ്ദേഹം 2 സഭയുടെ കാര്യമല്ല പറയുന്നത്, 2 കൂട്ടരെയും ചേർത്തുള്ള സംയുക്ത സഭയുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ആരാധനയ്ക്കും നോമ്പ് നമസ്കാരങ്ങൾക്കും ദണ്ഡ നമസ്കാരങ്ങൾക്കും അതിനൊക്കെ ആയിരുന്നു, ധാർമ്മികതയ്ക്കും പ്രാധാന്യമുള്ള ഒരു സഭയുടെ ഉണ്ടായിരുന്നു. ഇന്ന് അത് കാണുവാനില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്, മറ്റാരെയും കുറ്റപ്പെടുത്തിയാൽ. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാർ, ഞാൻ അവരുടെ പേരും പറയുന്നില്ല, പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആലുവയിലെ വലിയ തിരുമേനി, വയലിപ്പറമ്പിൽ തിരുമേനി, അതുപോലെ തന്നെ ഉള്ള പിതാക്കന്മാർ, അവരുടെയൊക്കെ കാലത്ത് എന്താണ് ഔഗേൻ ബാവ, ഗിവറിസ്തുതിയൻ ബാവ, അവരുടെയൊക്കെ കാലത്ത് ഇത് ഈ എന്താണ് വചനപ്പ് പെരുന്നാൾ മുതൽ ആരംഭിക്കുന്ന നോമ്പായിരുന്നു. പിന്നെ നമുക്ക് നോമ്പ് ചുരുക്കണം, വെട്ടിക്കുറയ്ക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മൾ അപ്പൊ കല്യാണങ്ങൾ നടത്തണം. അപ്പൊ നമ്മള് നോമ്പ് കുറച്ചു, ഡിസംബർ 1-ാം തീയതിയിലേക്ക് ആക്കി. ആകട്ടെ, ഏതായിരുന്നാലും എൽദോ നോമ്പ്. എന്തിനാണ് നോമ്പ് ആഘോഷിക്കുന്നത്? അമ്മ വചനത്തെ സ്വീകരിച്ചു. ഈ വചനം മറിയാമിൽ വിതയ്ക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മിലും വിതയ്ക്കപ്പെടുകയാണ്. ക്രിസ്തു നമ്മിൽ ജനിക്കണമെങ്കിൽ വചനം നമ്മിൽ വളരണം. വചനം നമ്മിൽ വളരണമെങ്കിൽ വചനത്തെ വളർത്തുവാനുള്ള ആത്മീയമായ ഒരുക്കം നമ്മിലുണ്ടാകണം. ഇതേ തത്വമാണ് അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ വലിയ നോമ്പിലും കാണുന്നത്. വലിയ നോമ്പ് രക്ഷാകരമായ നോമ്പാണ്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടത്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുത്ഥാനം പ്രാപിക്കണം വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ അറിയുന്നു, മുമ്പിലുള്ളത് കാക്കാക്കിക്കൊണ്ട് പിൻപിലുള്ളത് മറന്ന് ഞാൻ ഓടുകയാണ്. ആ ഓട്ടമാണ് വലിയ നോമ്പിന്റെ ഓട്ടം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 8 മണി ആയതുകൊണ്ട് ഞാനൊന്ന് തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. എനിക്ക് പറയുവാനുള്ളത്, എല്ലാ മതങ്ങളിലും പൗരസ്ത്യ ഹൈന്ദവ മതത്തിലെ നോമ്പുകളുടെ പട്ടികകളിലേക്ക് പോയാൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. അവിടെ തിങ്കളാഴ്ച വ്രതമുണ്ട്, ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വ്രതമെടുക്കുന്നതുണ്ട്, പ്രത്യേക ധ്യാനങ്ങൾ, വ്യക്തിഗത ധ്യാനങ്ങളുണ്ട്, കുടുംബ നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിയിലും, ഉദാഹരണത്തിന് അയ്യപ്പ സന്നിധിയിലേക്ക് പോകുമ്പോൾ 40 ദിവസത്തെ വ്രതമുണ്ട്. അവരുടെ വ്രതങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അമാവാസി മാസമുണ്ട്, വ്രതങ്ങളുടെ നീണ്ട പട്ടിക അവർക്കുണ്ട്. സിഖ് മതത്തിലുണ്ട്, ജൈൻ മതത്തിലുണ്ട്. ജൈൻ മതം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ് അവരുടെ പ്രധാന പരിപാടി.
അവരെ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കൂ. പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അങ്ങനെ പല വിധത്തിലുള്ള ക്രമങ്ങളുണ്ട്. നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് ഇവരുടെ ഫാസ്റ്റിംഗ് നമുക്ക് അറിയാവുന്നതാണ്. അല്പമെങ്കിലും ഈ ഫാസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് അല്പമെങ്കിലും കുറവുള്ളൊരു മതം ഞാൻ കണ്ടിട്ടുള്ളത് സിഖ് മതം മാത്രമാണ്. അവർക്ക് ഫീസ്റ്റുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഫാസ്റ്റുകൾ അത്രയധികമില്ല. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലെ ഫാസ്റ്റിനെ കുറിച്ച് ഗുരുക്കന്മാർ ഗുരു ഗ്രന്ഥ് സാഹിബ് അവരും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവരും ഈ ഗുരുക്കന്മാരുടെ ഫീസ്റ്റ് വരുന്നതിന് മുമ്പ് അവർക്കും പേഴ്സണൽ ഫാസ്റ്റും ആദിഗ്രന്ഥ എടുക്കുന്നവർക്ക് പ്രത്യേകം അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാ മതങ്ങളിലും ഇത് കാണാം. അരമായ മതങ്ങളിൽ, ശേമ്യ മതങ്ങളിൽ അത് പ്രത്യേകിച്ച് കാണാം. അതിൻ്റെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു പൂർത്തീകരണം പൗരസ്ത്യ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ദർശിക്കാം. അത് എവിടേക്കാണ് നമ്മെ എത്തിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച വാക്യങ്ങളാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനെ അല്പമൊന്ന് വിശപ്പിന്റെ വില അറിയാഞ്ഞാൽ എങ്ങനെയാണ് കർത്താവിന്റെ ഉപവാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കുന്നത്? ദിവസവും ഉച്ചവരെയെങ്കിലും ഒന്ന് ഫാസ്റ്റ് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ വിശപ്പിന്റെ വില എങ്ങനെയാണ് അറിയുന്നത്? അവരുടെ ദുഃഖം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തോട് അടുത്തിരിക്കാൻ നോക്കുന്നത്? 3 നേരത്തിന് പകരം 5 നേരവും 7 നേരവും മൂക്കുമുട്ട് ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, വെറുതെ കുറെ ബഹളം വെച്ചിട്ട്, അത് പെന്തക്കോസ്റ്റൽ രീതിയിലായാലും അല്ല ഇനി ഓർത്തഡോക്സ് രീതിയിലായാലും കുറെ ഹല്ലേലൂയ പാടിയാൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമോ എനിക്കറിയില്ല. ഞാൻ ചോദിക്കുകയാണ്. അവനെ അനുഭവിച്ചറിയേണ്ടതിന്, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഒരു ഉപേക്ഷണം വ്യർത്ഥവും ശൂന്യവുമാണ് എന്നുള്ള ചിന്ത അല്ലേ? ഈ കൊറോണ കാലം നമ്മളെ എന്തുമാത്രം പഠിപ്പിച്ചു. നമ്മുടെ വിചാരം, ഞാൻ ഉൾപ്പെടെ എൻ്റെ വിചാരം, ഞാനിങ്ങനെ അമേരിക്കയിലേക്ക് വർഷത്തിൽ 2 പ്രാവശ്യം വന്നില്ലെങ്കിൽ അമേരിക്ക ഓടുകയില്ല, ഗൾഫിൽ പല പ്രാവശ്യം പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല, എൻ്റെ ഭദ്രാസനത്തിൽ പലയിടത്ത് പോയില്ലെങ്കിൽ നടക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഓരോ കാര്യത്തിൽ അല്ലേ? ആവശ്യം വരുമ്പോൾ നമ്മുടെ വായും മൂക്കും കെട്ടിവെപ്പിക്കാൻ. വീണ്ടും പറയാൻ, ഇസ്രായേലിൽ 40 വർഷമാണ് നോമ്പെടുപ്പിച്ചത്. 40 വർഷമാണ് അവര് ക്വാറന്റൈനിൽ കഴിയേണ്ടി വന്നത്. 40 വർഷമാണ് അവരെ അങ്ങനെ ഒരു അതെന്ത് ഇസ്രായേൽ വീണ്ടും പ്രവാസത്തിൽ കഴിയേണ്ടി വന്ന ഏതാണ്ട് 70 വർഷമാണ്. അതുകൊണ്ട് ഈ ദൈവം തരുന്ന ആ ചെറിയ ചെറിയ പ്രതിവിധികളാണ്, ഉപാധികളാണ്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വ്യക്തമായി അറിയാവുന്നവരാണ്. ഫാസ്റ്റിംഗ് ഇസ് ദ മെഡിസിൻ. Fasting is the best medicine. Fasting is a time to recollect. Fasting is a time that you boost your mind. Fasting is a time that you concentrate. അങ്ങനെ യേശുക്രിസ്തുവിൽ പുനരുത്ഥാനത്തിന്റെ വലിയ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഈ ഫാസ്റ്റ് ഇടയാകട്ടെ. There is no feast without fast. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലും കമന്റ്സോ അഭിപ്രായങ്ങളോ, അതുപോലെ തന്നെ ഞാനൊരു അധ്യാപകൻ എന്നുള്ളത് കൊണ്ട് വിശദമായി എന്നെ വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഒത്തിരി നന്നായിരുന്നു പറയാനല്ല. ഇഫ് someone criticize me and to add something, I will be most humbly receiving all your criticisms. God bless you.
നമ്മോടൊന്നിച്ച് ഇത്രയും സമയം ചെലവഴിച്ച തിരുമേനി, ഈ വളരെ തിരക്കുള്ള ഈ നോമ്പ് കാലത്ത് നമ്മോടൊന്നിച്ച് ഇത്രയും സമയം ചെലവഴിച്ചതിന് നമ്മൾ വളരെ സന്തോഷമാണ്. പക്ഷെ ഇന്ന് തിരുമേനിക്ക് സമയം കുറവായതുകൊണ്ട് അല്ലെ നമുക്ക് ആ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. ഈ പ്രധാനമായിട്ടൊരു ചോദ്യം, ഈ നോമ്പിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന 3 മതങ്ങളിലും നോമ്പുണ്ട്. ഹിന്ദു മതത്തിലും, ഇസ്ലാമിലും, ക്രിസ്ത്യാനിറ്റിയിലും. അപ്പൊ ഈ നോമ്പുകൾ 3 മതങ്ങളിലും പ്രധാനമായിട്ടും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല നോമ്പ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാശ്ചാത്യ ഗ്രൂപ്പുകൾ അവരുടെ ഉപവാസങ്ങൾ മുഴുവൻ ഭൗതിക നേട്ടങ്ങളെ ഫോക്കസ് ചെയ്താണ്. അത് ഉപവസിച്ച് ജോലി മേടിക്കുക. ഉദാഹരണം, ഞാനൊക്കെ അങ്ങനെയായിരുന്നു അതിനെ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അപ്പം ഞാൻ അതിന്റെ 2 വശങ്ങൾ ഓരോ വാക്കിൽ പറയാം. അത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒന്നാമത് എനിക്ക് കൈൻഡ് ഓഫ് ഡിസ്റ്റോർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്നാൽ അതിനെ ചിലയിടത്തൊരു അർത്ഥമുള്ളത്, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത്, 1 മിനിറ്റ് എടുക്കും അത് പറയാനായിട്ട്. യൂയാക്കിം, അതായത് യേശുവിന്റെ അമ്മ, അല്ലേ, മദർ ഓഫ് ഗാഡ്, ദൈവമാതാവിന്റെ പിതാവ് യൂയാക്കിയും ഹന്നായും ഏറെ വാർദ്ധക്യത്തിലെത്തിയിട്ട് മക്കളില്ല. അവർ റിട്ടയർ ചെയ്തപ്പോൾ അവർ സിറ്റി ഓഫ് ഹോപ്പ്, സിറ്റി ഓഫ് പീസ്, ജെറുസലേമിലേക്ക് തിരിച്ചു വന്നു. യഹൂദന്മാരുടെ രീതി പ്രകാരം അവരുടെ സമ്പത്തിനെ 3 പകുത്തു. അതിലെ വലിയ പകുതി 40% ജെറുസലേം ദേവാലയത്തിൽ ഓഫറിംഗ് ആയിട്ട് സമർപ്പിക്കാനായിട്ട് ചെന്നു. അവരുടെ ആ മിൻഹ, ആ ഓഫറിംഗ് സമർപ്പിക്കാൻ ചെന്നപ്പോൾ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ മക്കളില്ലാത്തവരൊന്നും പെരുന്നാൾ ദിവസമല്ല ഓഫറിംഗ് തരേണ്ടത്, വേറെ തിരക്കില്ലാത്തപ്പോഴും കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അദ്ദേഹം ആ ഓഫറിംഗ് ദേവാലയത്തിന്റെ മുന്നിൽ വെച്ച് അവിടെ നിന്ന് ഓടി മോറിയ മലയിൽ ചെന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിച്ച മോറിയ മല, പിന്നീട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട തലയോട്ടിടം, അവിടെ ഓടിച്ചെന്ന്. കാരണം അവിടെയാണ് സിറ്റി ഓഫ് ജെറുസലേമിൽ നിന്ന് പെട്ടെന്ന് ഓടി ഒരു പർവ്വത ശിബിരത്തിൽ എത്താൻ പറ്റുന്ന അവിടേക്കാണ്. അവിടെ ഓടിച്ചെന്ന് ശിവപാസ്റ്ററിന് അതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനൊരു പക്ഷെ അറിയായിരിക്കും. അവിടെ ചെന്ന് കവിണ്ണ് വീണ് 40 ദിവസം ഉപവാസത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്, എന്റെ നിന്ന, എന്റെ കുടുംബത്തിൽ നിന്ന് ഈ നിന്നയെ ഒന്ന് നീക്കി തരണം. ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ നിനക്ക് ഒരു നല്ല ജീവിതം നയിച്ചു എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ നിന്നയെ ഒന്ന് നീക്കി തരണം. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തന്റെ പ്രയാസം കണ്ണുനീരാക്കി അവിടെ ഒഴുകി. അപ്പൊ ഒരു പക്ഷി വേണമെങ്കിൽ വ്യാഖ്യാനിക്ക് അത് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയാണ്. പക്ഷെ സത്യത്തിൽ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയല്ല, തനിക്ക് ആശ്വാസം കിട്ടാൻ. വ്യക്തിപരമായി നോമ്പിനെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഡയമെൻഷൻ ഈ മതങ്ങളെല്ലാം കാണുന്നത് നമുക്ക് ആശ്വാസം കിട്ടാൻ, അല്ലേ? ഇപ്പം ഇയ്യോബിന്റെ ഉദാഹരണം നോക്കിക്കേ. എല്ലാം പോയപ്പോൾ അവൻ രട്ടിലും വെണ്ണീറിലും കിടന്നു. അവൻ അതിനെ ഒരു ആശ്വാസമായി കണ്ടെത്തി. ഭാര്യ പോലും പറഞ്ഞു, നിനക്ക് ഈ ദൈവത്തെ തള്ളി പറഞ്ഞപ്പോ ചാകരുതോ മനുഷ്യരല്ലേ? സ്നേഹിതന്മാരും ഒന്ന് പറഞ്ഞു. അപ്പൊ ഇയ്യോബ് ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇയ്യോബ്, ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കണം, എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ വേണ്ടിയുള്ള സഹന സമരമല്ല നടത്തിയത്, പവർ ഗെയിം അല്ല നടത്തിയത്. മറിച്ച് ഇയ്യോബ് തന്റെ ദുഃഖത്തിൽ നിന്ന് അതിസങ്കടത്തോടുകൂടെ ദിവസങ്ങൾ ചെലവഴിച്ചു. അതിന് ഗുണമുണ്ടാവോ ദോഷം ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം. അത് തന്നെയാണ് ഈ നിരുപക്കാരുടെ കാര്യത്തിൽ. ഞാൻ ആരണ്ടൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കുന്നില്ല. കാരണം ഇതിലും വലിയൊരു ദൗത്യം വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക്, നിങ്ങളുടെ ഒപ്പം കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത്. എന്താണ് അവിടെ ഉണ്ടായത്? അവര് പറഞ്ഞു, കാരണം ഈ പ്രവാചകൻ പോയി പ്രസംഗിച്ചത്
യോന പോയി പ്രസംഗിച്ചത് എന്താ? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവ നശിക്കും. ഒരു ഹോപ്പും കൊടുത്തില്ല. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവ നശിക്കും. പക്ഷേ നിനിവക്കാർ തീരുമാനിച്ചു, നാം നശിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളാൽ നശിക്കട്ടെ. അതുകൊണ്ട് they tried for an impossible possibility. നശിക്കുന്നെങ്കിൽ ദൈവകരങ്ങളാൽ നശിക്കട്ടെ, അല്ല രക്ഷപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് പേഴ്സണൽ ഫാസ്റ്റ് എടുക്കുന്നെങ്കിൽ അത് അനുതാപത്തിന് വേണ്ടി എടുക്കാം, ചെയ്തു പോയതിനെ ഓർത്തെടുക്കാം, അതിൽ കൂടി ഒരു സുഖം കിട്ടാൻ എടുക്കാം. അല്ലാതെ ഞാൻ ഫാസ്റ്റ് ചെയ്താൽ എനിക്ക് ജോലി കിട്ടും, ഞാൻ ഫാസ്റ്റ് ചെയ്ത് അത് പിടിച്ചെടുക്കും, നേടിയെടുക്കും എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിലില്ല. എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അല്പം ധരിച്ചു പോയി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരാള് കൈ പൊക്കിയിട്ടുണ്ട്, ചോദിച്ചോളൂ. കൈ പൊക്കിക്കൊണ്ട് നിൽക്കണ്ട. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സജിയാണ് ചോദിച്ചിരിക്കുന്നത്. സജിമോൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അഡ്മിൻ അൺമ്യൂട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. അഡ്മിൻ അൺമ്യൂട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളായിരിക്കും. ഓക്കെ, തിരുമേനി ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഈ തിരുമേനി പല മതങ്ങളെയും കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ തിരുമേനി പല അമ്പലങ്ങളിലും വഴിപാട് കൊടുക്കാറുണ്ടെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തിരുമേനി പറയുകയും അതുപോലെ കാവിനടുത്തൊക്കെ പോയി വിളക്ക് കത്തിക്കുകയും ചെയ്ത് കണ്ടു. അപ്പൊ എന്റെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 കൊരിന്ത്യർ 8 തൊട്ട് നമ്മൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കൽപ്പിച്ചത് മറ്റൊരു സാധനം കഴിക്കാൻ അത് അവന് പ്രേരക സഹനമാകുകയില്ലേ? അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ ആ ബലഹീന സഹോദരന് നാശകാരണമായി തീരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഞാൻ ഒന്ന് ആദ്യം ഒരു വാക്ക് എന്താണെന്നൊന്ന് പറഞ്ഞോട്ടെ. അതോ ഇനി എന്തെങ്കിലും അതിനോട് ചേർത്ത് ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിച്ചോ, വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ അറിവ് ഇതൊന്നും ഇല്ല എന്നുള്ള നമ്മുടെ അറിവ്, അതിന്റെ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് അറിവ് ചീർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സജീവനെ ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഒന്ന് ഈ പറഞ്ഞതല്ലേ എന്നെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. സത്യം എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത് കാവിൽ വിളക്ക് വെച്ച കാര്യത്തിൽ തുടങ്ങാം. ഞാനൊരു ഒരു സ്ഥലത്ത് ഒരു ട്രൈബൽ ആദിവാസി കോളനിയിലെ അവരുടെ ഒരു ഉന്നമന പ്രവർത്തനത്തിന് വേണ്ടി പോയപ്പോഴ് അവിടെ ഏതാണ്ട് 500 വർഷം പഴക്കമുള്ള ഒരു മരമുത്തശ്ശിയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് അങ്ങോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. ആ മരമുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് അതിനെ ഒന്ന് നോക്കി അന്നേരം എടുത്ത ഒരു പടം വെച്ചിട്ടാണ്. അപ്പൊ ആ മരമുത്തശ്ശിയുടെ കീഴെ ഏതാണ്ടൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും 500 വർഷം പഴക്കമുള്ള മരത്തിന്റെ കീഴിൽ ചുവന്ന തുണികൾ കാണും, നാഗത്താന്മാരെ വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞാൻ അവിടെ വിളക്ക് കത്തിക്കോ ധൂപ്രാർത്ഥന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയയിലെ എപ്പോഴും പ്രത്യേകിച്ച് വെരി അൺഫോർച്ചുനേറ്റ് ഈ ഓർത്തഡോക്സ് യാക്കോബായ വഴക്കിൽ ഞാൻ ഓർത്തഡോക്സ് പക്ഷത്തിന്റെ മാധ്യമ വിഭാഗത്തിന്റെ അധ്യക്ഷനാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് തിരിച്ചുള്ള മറുപടി ഇങ്ങനെയാണ് തരുന്നത്. മറ്റൊന്ന് ഈ എന്റെ കുക്ക് അയ്യപ്പ ഭക്തനാണ്. അപ്പൊ അദ്ദേഹം അയ്യപ്പനെ കാണാൻ അദ്ദേഹം 40 ദിവസം നോമ്പ് ഉപവാസവും അവരെയൊക്കെ ഞാൻ കമ്പയർ ചെയ്യല്ല. അവരുടെ ഒന്നും നോമ്പിന്റെ മുന്നിൽ നമ്മളൊന്നുമില്ല. ഞാനൊന്ന് പറയട്ടെ ഞാൻ ഉത്തരം തരാം. അപ്പോ അങ്ങനെ നോമ്പെടുത്ത് വ്രതമെടുത്ത് അങ്ങേരെ പോകുമ്പോ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ?
ഇത് പോവുകയാണ്. അപ്പൊ ഉം. തിരുമേനിയുടെ അനുഗ്രഹം വേണം. എന്നിട്ട് കാല് തൊട്ട് മണങ്ങിയിട്ടാണ് അവർ പോവുക. ക്രിസ്ത്യാനിയുടെ നടുമുനിയത്തേയില്ല, പക്ഷെ ഇവരൊക്കെ ഉം. നമ്മുടെ കാല് തൊട്ട് മണങ്ങിയിട്ടാണ് പോവുക. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവന് വണ്ടിക്കൂലി കൊടുക്കാന്നുള്ള എന്റെ മര്യാദയാണ്, ഇത് ഉത്തരവാദിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുത്തിട്ട് പോകുമ്പം ഞാൻ പറഞ്ഞടാ, പോകുമ്പോഴ എടാന്നല്ല, എന്റെ തന്നെ എന്റെ പ്രായമുണ്ട്, മോഹനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പറഞ്ഞിട്ടാ പോകുമ്പോ നമ്മുടെ കാര്യം കൂടെ പറയണേ. അത് ഒരു നമ്മുടെ ഒരു സാംസ്കാരിക സൗഹൃദമാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ മറന്നു എന്നല്ല എന്റെ അർത്ഥം. അതുപോലെ ഇത് പറഞ്ഞത് എന്തിനാ? നിങ്ങൾ മറ്റു മതങ്ങളെ ആദരിക്കുന്നില്ലേ, മറ്റു വിശ്വാസങ്ങളെ ആദരിക്കുന്നില്ലേ, നിങ്ങൾ മറ്റുള്ളവരെ ഇല്ലാതെയാക്കുകയാണെന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന്റെ മുന്നിൽ കൊടുത്ത ഉത്തരത്തിൽ പറഞ്ഞൊരു ഉദാഹരണമാണ്. അതെടുത്തിട്ട് യൂലിയോസ് അയ്യപ്പ ഭക്തനാണ്, യൂലിയോസ് മറ്റേ എന്താണ് ഏഴരപ്പൊന്നായനെ തൊഴുതു. ഞാന് കോട്ടയത്തിന് വെളുപ്പിന് പോകുന്ന നേരത്ത് വണ്ടി നിർത്തുക, നിങ്ങൾക്കറിയാം കുന്നംകുളം ഭാഗത്ത് നിന്ന് പോകുമ്പോൾ ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ സിറ്റിയാണ്. ഏറ്റുമാനൂർ തെപ്പന്റെ നേരെ മുമ്പിലാണ്, ക്ഷേത്രത്തിന്റെ നേരെ മുമ്പിലാണ് ട്രാൻസ്പോർട്ട് ബസ് നിർത്തുന്നത്. അപ്പൊ അവിടെ ആളുകളെ ഇറക്കുമ്പോൾ അവിടെ ദീപാരാധനയും മണിയടി തൊഴിലും ഒക്കെ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി തൊഴുമ്പും ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ലേ? അതോ നമ്മളെ ഞാൻ തുറന്ന് ചോദിക്കുന്നത് ക്ഷമിക്കണം, ചിലപ്പോഴൊക്കെ ഈ നിയമസഭയിൽ കാണിക്കുന്ന പരിപാടി കാണിക്കണോ? പുറം തിരിഞ്ഞു നിൽക്കണോ? അല്ലാതെ ഞാൻ അയ്യപ്പനെ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ഷേത്രപൂജ നടത്തുന്നു ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെ ജനം ഓരോന്നിനും നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോകാൻ ഒക്കത്തില്ല. ഏതായാലും സജിമോൻ ചോദിച്ചത് എനിക്ക് വളരെ അല്ല, ഞാൻ ചോദിച്ചത് നന്നായല്ലോ, തിരുമേനിക്ക് പറയാൻ പറ്റിയില്ല. അതായത് ഒരിക്കലും എന്റെ യേശുവിനെ മറന്നിട്ടോ ക്രിസ്ത്യാനിറ്റിയെ കോംപ്രമൈസ് ചെയ്തിട്ടോ മറ്റു മതങ്ങളുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല, പോകത്തുമില്ല. എന്നാൽ ഞാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഞാൻ ഹിന്ദുവിസം പഠിപ്പിക്കുന്ന, ഒരു നന്മകളെ കാണുന്ന, അവർക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്ന, അവരിൽ പലരും ക്രിസ്ത്യാനികളായിട്ടുള്ള, കഴിഞ്ഞ ആഴ്ച മുഴുവൻ എൻ്റെ കൂടെ ബീഹാറി ബ്രാഹ്മിൻ ഒരു മയങ്ക് ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഓർത്തഡോക്സി മനസ്സിലാക്കി പഠിച്ച് അനേക സെഷൻസ് ഒന്നിച്ചിരുന്ന് ബംഗാളി ബ്രാഹ്മിനാണ്, ബംഗാളി ബ്രാഹ്മിൻ ഫ്രം കാൺപൂർ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എത്രയോ ആളുകളെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ തന്നെ നന്മയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മതങ്ങളുമായിട്ടുള്ള സൗഹൃദ സംവാദത്തിലൂടെ മാത്രമേ അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ്. അല്ലാതെ ക്രിസ്തുവിനെ തഴഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് പുറത്ത് വേറൊരു രക്ഷകനുണ്ട് എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഒരു ക്ഷേത്രത്തിൽ, കാരണം ചിലപ്പോൾ എനിക്ക് എന്താ ഒരു മതപ്രശ്നം ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സമയത്തും ചിലത് വന്നിട്ടുണ്ട്, ഒരു റയട്ട് ഉണ്ടാകുമ്പോൾ, റിലീജിയസ് റയട്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നിച്ചു പോകണം. ഹെൻറി മാർട്ടിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടുണ്ട്. ഹൈദരാബാദിൽ കലാപം ഉണ്ടായപ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ഈ നമുക്കറിയാമല്ലോ 2004-ലാണോ 2008-ലാണോ ഒറീസയിലെ പ്രോബ്ലം ഉണ്ടായപ്പോൾ അവരുടെ കൂടെ ചെന്ന് താമസിച്ചതാണ് ഒരാഴ്ച. അപ്പോൾ അവരിൽ എല്ലാവരെയും കാണുവാനും അവരോട് ചേർന്ന് നിൽക്കാനും ഒക്കെ സാധിക്കണം. അപ്പോ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഹിന്ദു ദേവന്റെ മുന്നിൽ ചെന്നാലേ ഇതൊക്കെ പിശാചാണ് എന്ന് പറഞ്ഞാൽ അവിടെ മതസ്പർദ്ധ വളരെ കൂടത്തേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. If I am wrong, correct me and pray for me. സജിമോന് പ്രത്യേകം നന്ദി, ചോദിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു തിരുമേനി. ഈ വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈ തിരുമേനി ഹെൻറി മാർട്ടിൻ ഇന്റർ റിലീജിയസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട് ഹൈദരാബാദില്. അവിടെ തിരുമേനി അവിടുത്തെ ഒരു ഫാക്കൽറ്റി മെമ്പറാണ്. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ സ്റ്റഡീസും ഭാരതീയ ദർശനവും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വിവിധ മതങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയവും അതാണ്.
പിന്നെ നമ്മൾ ഈ മനസ്സിലാക്കുന്നത് നമ്മൾ മോർ എക്സ്ക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യവിരുദ്ധരാകുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒരു മനുഷ്യവിരുദ്ധരാകരുത്. അതാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു വേൾഡ് വ്യൂ ആയിരിക്കണം നമുക്കുള്ളത്. അപ്പൊ ആ കാര്യത്തിൽ അപ്രീഷ്യബിൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ് തിരുമേനി എടുക്കുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ ഈ മതമൗലികവാദത്തിന്റെ ഒരു സ്വഭാവം വരുമ്പം അതിനകത്ത് നമുക്കൊരു അസഹിഷ്ണുത വരും. അപ്പൊ അത് കാണുമ്പം അസ്വസ്ഥത ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ നമ്മളെ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അസ്വസ്ഥത ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. മറ്റാർക്കും ചോദ്യങ്ങളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ സണ്ണി ഫിലിപ്പ് ക്ഷണിക്കുന്നു. സണ്ണിച്ചാൻ. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഷിബു പാസ്റ്ററും മറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, ഇന്നത്തെ ദിവസം ഷുബുക്കോനോ 2021 4ാമത്തെ ദിവസം ഇത്ര അനുഗ്രഹമായിട്ടുള്ള സമയങ്ങളെ നമുക്ക് തന്ന, വളരെ നമ്മുടെ ഇന്നത്തെ ദിവസം ധന്യമാക്കിയ ബിയോനിയ തിരുമേനിക്ക് ഒറ്റ വാക്കില് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാ ബഹുമാനങ്ങളും തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി കരയേറ്റുന്നു. ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ അധ്യക്ഷൻ, അല്ലെങ്കിൽ അനേക പ്രവർത്തന മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം. മുമ്പേ പറഞ്ഞതുപോലെ സംസ്കൃതം, ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ ഇതെല്ലാത്തിലും പണ്ഡിതനായിട്ടുള്ള വ്യക്തിത്വം. പുലിക്കോട്ടിൽ കുടുംബത്തിലെ അഭിവന്യ തിരുമേനിയെ തന്നെ നമുക്ക് ഇന്ന് ലഭിച്ചു. അനുഗ്രഹമായ നിമിഷങ്ങള് തിരുമേനി വളരെ സമയക്കുറവിന്റെ ഇടയിലും വന്ന് നമുക്ക് അനുഗ്രഹമായ സമയങ്ങള് പങ്കിടുവാനായിട്ട് അവസരമുണ്ടാക്കി എത്തിയതിന് നന്ദി തിരുമേനി. അനേക വ്യക്തിത്വങ്ങള് ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ വ്യക്തിത്വങ്ങളുടെയും നാമത്തിൽ അനേക പ്രവർത്തനം നമ്മുടെ തിരുമേനിക്കറിയാം. ശിവപാസ്റ്ററുമായിട്ട് നിങ്ങൾ അടുത്ത ബന്ധം പുലർത്തുന്നവരാണല്ലോ. അനേക വ്യക്തികള് ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഫോളോവേഴ്സ് ഉണ്ട്. അവരെല്ലാവരുടെയും നാമത്തില് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം തിരുമേനി അത്ര ധൃതി പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു വന്നതിന് പ്രത്യേകം നന്ദി കരയും. നന്ദി. ഒറ്റ വാക്കിൽ ഞാൻ ഈ ഒരുപാട്